ഏത് പ്രതികൂല കാലാവസ്ഥയിലും തണുപ്പായാലും മഴയായാലും വേനൽക്കാലമായാലും പുലർച്ചെ രാവിലെ എണീറ്റ് അടുക്കളയിൽ പോയി നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഒരു അമ്മയുണ്ടല്ലോ, പരാതിയും പരിഭവവും പറയാത്ത. അങ്ങനെയുള്ളൊരമ്മ നമുക്കൊരു ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ അത് നന്നായിട്ടുണ്ടെങ്കിൽ കൊള്ളാം, അമ്മ ഇന്നത്തെ കറി ഉഷാറായിട്ടുണ്ട് എന്ന് അഭിനന്ദനത്തിൻ്റെ ഒരു വാക്ക് പറയാൻ പലപ്പോഴും നമ്മൾ മടി കാണിക്കാറുണ്ട്. ഇനി ഇത് ഓഫീസിലാണെങ്കിലും നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ വളരെ ഭംഗിയായി ജോലി ചെയ്ത് കഴിഞ്ഞ് ആ ജോലിക്ക് ഒരു അഭിനന്ദനം അയാൾ ആഗ്രഹിക്കുന്നുണ്ടാവും, അർഹിക്കുന്നുണ്ടാവും. പക്ഷെ പലപ്പോഴും നമ്മളത് ഗൗനിക്കാറില്ല, കൊടുക്കാറില്ല. ഈ അഭിനന്ദനം കൃത്യസമയത്ത് നൽകിക്കഴിഞ്ഞാൽ അത് ബന്ധത്തെ കൂടുതൽ ഊഷ്മളമാക്കും, അത് വ്യക്തിബന്ധങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തും. അതുകൊണ്ട് അപ്രിസിയേഷൻ ഒരു കാരണവശാലും നമ്മൾ നീട്ടിവെക്കരുത് എന്നുള്ളതാണ്. ആരെങ്കിലും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നാലാൾ അറിയുന്ന രൂപത്തിൽ അഭിനന്ദിക്കുക. തീർച്ചയായിട്ടും അവരുടെ പ്രൊഡക്ടിവിറ്റി, അവരുടെ കഴിവിനെ അത് ത്വരിതപ്പെടുത്തും. വളർച്ചയിൽ, അവരുടെ ഉയർച്ചയിലൊക്കെ അതിന് വലിയ ഗുണമുണ്ട്. നമ്മൾ ഒരു ജോലി ചെയ്യാനുള്ള ആവേശം, ഊർജം സത്യത്തിൽ നമുക്ക് കിട്ടുന്നത് ഇത്തരം നല്ല അഭിനന്ദനങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് ആളുകളെ പിശുക്കില്ലാതെ അഭിനന്ദിക്കാൻ നമുക്ക് പഠിക്കാം.